Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും അതേ ഡേ മൈ ലൈഫാണ്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണെന്ന്. ഞാൻ മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ ആയിരുന്നു, കുറച്ച് ദിവസം വയ്യാതെയൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ വെക്കേഷൻ ടൈമിലും ഞാൻ ബെറ്റർ ആവാമെന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ജലദോഷമുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പോഴും ബെറ്റർ അല്ല, ബട്ട് ഓക്കെ ഗുഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ജലദോഷമൊക്കെ നല്ല ഒരു ദിവസം തന്നെ ഇങ്ങനെ കംപ്ലീറ്റഡ് ആയിട്ട് വരും. രാവിലെ തുമ്മി രാത്രി വരെ തുമ്മിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അലർജി ഉണ്ട്. പിന്നീട് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ചുമക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വയ്യാതെ. ഇപ്പോഴും ഞാൻ ഗുഡാണ്. പക്ഷേ കണ്ടില്ല, എൻ്റെ സൗണ്ട് വ്യത്യാസമാണ് ഇപ്പോഴും. എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇപ്പം ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഭയങ്കര ഒരു ലോങ് വീഡിയോ ആയിപ്പോവും. 9 മിനിറ്റ്സിലൊന്നും നിൽക്കത്തില്ല, ഒരു 17 മിനിറ്റ്സൊക്കെ വേണ്ടി വരും. അപ്പം അതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ടൈറ്റിൽ മനസ്സിലായി, യെസ് ഡേ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഫ്രഷപ്പ് ആയിട്ട് വരാം. ആ ഒരു ചിക്കൻ ബോക്സ് കഴിഞ്ഞാലും എനിക്ക് ഓരോ ദിവസം ആകുമ്പോൾ തുമ്മല് രാവിലെ തന്നെ തുമ്മിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ഓൾറെഡി അയ്യാളായിട്ടില്ല, കണ്ണൊക്കെ ചെറുക്കും ചില മടി, വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാതെ ഒരുമാതിരി ഒരു വൃത്തിയൊക്കെ ഒരു മൂഡിലായിരുന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറേ വീഡിയോസൊന്നും എടുക്കാത്തതല്ലേ. പക്ഷെ ഇപ്പം എനിക്ക് ഓക്കെ വന്നുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചത്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഈ ഡേ മൈ ലൈഫ് അത്ര ലോങ് ആയിരുന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം ഇതിലെന്ന് ഞാൻ പറയാൻ വിചാരിച്ചത്. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് 20th വന്നു, April 20th ഞാൻ വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ചിക്കൻ ബോക്സ് ആണെന്ന് ഓൾറെഡി എയർപോർട്ടിൽ ഇരുന്ന് അപ്പം തന്നെ എൻ്റെ ഫേസിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിമ്പിളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പീരീഡ്സിൻ്റെ ടൈമായിട്ട് പിമ്പിളാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് ചിക്കൻ ബോക്സ് ആണെന്ന്. എയർപോർട്ടിൽ വെച്ചിട്ട് വരുമ്പോൾ ഞാൻ ടോയ്ലറ്റ് എന്തോ പോയ ടൈമിൽ വന്നിട്ട് എൻ്റെ കാലിലൊക്കെ എന്തോ എനിക്ക് ഉണ്ടായിട്ട് അപ്പം ഞാൻ ഫസ്റ്റ് ആണെങ്കിൽ എന്തോ പിമ്പിളൊക്കെ കാലിലേക്ക് വരും. ഞാൻ എന്നിട്ട് വിചാരിച്ച് ചൂടുകൊണ്ടൊന്നാക്കിയാൽ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അമ്മയുടെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ ചെക്ക് ചെയ്ത് തരാമെന്ന് അടുത്തോട്ട് ഹോസ്പിറ്റലിൽ കാണിച്ച് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞ് ആ റൂമിൽ 13 ദിവസം അതിലേന്ന് ഇരുന്ന് കുളിക്കാതെ ഡ്രസ്സൊന്നും മാറ്റാതെ ഒരു സിമ്പിൾ കോട്ടൺ ഡ്രസ്സ് ഇട്ട്, ചൂടാണല്ലോ അപ്പോൾ സിമ്പിൾ കോട്ടൺ ഡ്രസ്സ് ഇട്ട് ചൂട് കഴിച്ചുകൂടാ, തണുപ്പ് കഴിച്ചുകൂടാ, നോൺ വെജ് കഴിച്ചുകൂടാ. അപ്പം പക്ഷെ ചില ആൾക്കാർ പറയുന്നത് ഇംഗ്ലീഷ് മെഡിസിനെ കഴിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാൻ പറ്റും. പക്ഷെ ഞാൻ നോൺ വെജ് ഒന്നും കഴിച്ചില്ല. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുമ്പോൾ തന്നെ ഇവരെല്ലാം ഹോമിയോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും അച്ഛന് ചിക്കൻ ബോക്സ് വന്നു. അതുകൊണ്ടാണ് ഇതുവരെയായിട്ട് പുറത്തിറങ്ങാത്ത. അച്ഛന് ചിക്കൻ ബോക്സ് വന്നു. പക്ഷെ ഞങ്ങൾ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ റൂമിലോട്ടൊന്നും വന്നിട്ടില്ലെന്ന്. പക്ഷെ അച്ഛന് ചിക്കൻ ബോക്സ് ഒക്കെ വന്നു. അതുകൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഇറങ്ങാൻ സേഫ്റ്റി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പം പിന്നെ ചിക്കൻ ബോക്സ് വന്ന് ഞാൻ May 2 തൊട്ട് കുളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ May 2 കുളിച്ചിട്ട് May 5 ഞാൻ പോയി മൂക്ക് കുത്തിയത്. May 5 ഞാൻ പോയി മൂക്ക് കുത്തിയത്. ഞാൻ വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് തന്നെ എൻ്റെ മുഖത്ത് ഫുള്ളും പാടൊക്കെ ആയിരുന്നു. അപ്പം ലുക്കൊക്കെ ഭയങ്കര ബാഡായിരുന്നു. എൻ്റെ മുഖത്ത് ഫുള്ളും പാടും ആ ഒരു ബാഡ് ലുക്കൊക്കെ ആയിരുന്നു എൻ്റെ മുഖത്ത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ എടുക്കാത്തത്. എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ ഞാൻ ഫസ്റ്റ് ചോദിച്ചു മൂക്ക് കുത്തണോ, ഈ പാടൊക്കെ വെച്ചിട്ട് മൂക്ക് കുത്തണോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അമ്മ പറഞ്ഞു മൂക്ക് കുത്താൻ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞ് അമ്മ മൂക്ക് കുത്താൻ കൊണ്ടായത്. അപ്പം ഞാനും അമ്മയും മൂക്ക് കുത്തി. പക്ഷെ അമ്മ ഇപ്പോൾ ഒരു കൂറക്കുളത്തിൽ ഇരിക്കുന്നതുകൊണ്ട് വീഡിയോയിൽ വരുന്നില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടോക്കൊക്കെ കേട്ടോ, ഫോണൊക്കെ സംസാരിച്ചുകൊണ്ട് ഇവിടെ ഫോൺ നിങ്ങൾ കേട്ട് കാണും. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഉറച്ച് സംസാരിച്ചത്. അപ്പോൾ വന്നിട്ട് May 5th മൂക്ക് കുത്തി. അപ്പോൾ ഇപ്പോൾ നോക്കിയേ വന്നുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് ഡേ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഇത്രയാണ് എനിക്ക് നടന്ന ഈ ഒരു ബാംഗ്ലൂരിൽ നിന്ന് വന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഓക്കെ, നമുക്ക് ഡേ മൈ ലൈഫ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡേ മൈ ലൈഫ് ഇങ്ങനെ തന്നെയാണ്. ഇനി 20th തൊട്ടൊക്കെ ഞാൻ സെറ്റാക്കും. നിങ്ങളെൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലായി എത്ര പാടുണ്ടെന്ന്. എൻ്റെ മുഖത്ത് ചിക്കൻ പോക്സ് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പം ഇത്രയുള്ള എൻ്റെ ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കൂടി കാണാം. ബൈ.